നമസ്കാരം. ശിവൻകുട്ടിയണ്ണന്റെ സ്വന്തം അതിഥികളോട് വി.ഡി. സതീശൻ കാണിച്ച വേണ്ടാതീനം നിങ്ങൾ അറിഞ്ഞോ? എന്നാ ഒരു വർത്താനമാ, എന്നാ ഒരു അപരാധമാ വി.ഡി. സതീശൻ പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടായിരുന്നോ? അയ്യോ, ശിവൻകുട്ടിയണ്ണന് സഹിക്കാൻ മേലെ അണ്ണൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കുക, എൻ്റെ സ്വന്തം അതിഥികളോട് ഇങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ വി.ഡി. സതീശനെന്ന്. എന്തോ പറഞ്ഞെന്നറിയാവോ? അവരിവിടെ ജോലി ചെയ്യുന്ന കാശെല്ലാം അയച്ചു കൊടുക്കുന്നത് അവരുടെ സംസ്ഥാനങ്ങളിലേക്കാണെന്ന്. വലിയൊരു അപരാധമല്ലേ, വലിയൊരു തെറ്റല്ലേ വി.ഡി. സതീശൻ പറഞ്ഞത്? ഇല്ലാത്ത കാര്യമല്ലേ പറഞ്ഞത്? അതുപോലെ തന്നെ അതിനേക്കാൾ ഒട്ടും നമുക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു തെറ്റും കൂടെ പറഞ്ഞു. ബംഗാളിൽ നിന്ന് വരുന്നവർ ബംഗാളികളാണെന്ന്, ആസാമിൽ നിന്ന് വരുന്നവർ ആസാമികളാണ്, ബീഹാറിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ ബീഹാറികളാണെന്ന്. ഇങ്ങനൊക്കെ പറയാവോ? തൊഴിലാളി വർഗ സംസ്കാരത്തെക്കുറിച്ച് ശിവൻകുട്ടിയണ്ണൻ ഇപ്പം വി.ഡി. സതീശന് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ഗതികേടിൽ എത്തിയില്ലേ? എല്ലാം അറിയുന്ന പണ്ഡിതനായിട്ടുള്ള ശിവൻകുട്ടിയണ്ണൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വി.ഡി. സതീശന് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. തൊഴിലാളികളെ ആസാമി എന്നും ബീഹാറി എന്നും ബംഗാളി എന്നും മലയാളി എന്നും മുദ്രകുത്തി വേർതിരിക്കുന്നത് തൊഴിലാളി വർഗ സംസ്കാരത്തിന് നിരക്കുന്നതല്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഓരോ നാട്ടിൽ ആസാമിൽ നിന്ന് വരുന്ന ആളുകളെ ആസാമികളെന്ന് വിളിക്കുന്നതും ബീഹാറിൽ നിന്ന് വരുന്ന ആളുകളെ ബീഹാറികളെന്നും ഒക്കെ വിളിക്കുന്നതും അങ്ങനെ മുദ്ര കുത്തുന്നതും ഒക്കെ തൊഴിലാളി വർഗ സംസ്കാരത്തിന് നിരക്കുന്നതാണോ വി.ഡി. സതീശ? ശിവൻകുട്ടിയണ്ണൻ പറയുന്നത് സത്യമല്ലേ? പിന്നെ മലയാളികളെന്നും മുദ്ര കുത്തുന്നുണ്ടല്ലേ അണ്ണ? ഇവരൊന്നും തമ്മിൽ അപ്പൊ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. മലയാളികൾക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ അതിഥികൾക്ക് വേണ്ടിയിട്ട് കർശനമായിട്ട് സംസാരിക്കണം. ബാക്കി പറഞ്ഞു. കേരളത്തിൽ വിനിമയം ചെയ്യപ്പെട്ട വൻ തുക അതിഥി തൊഴിലാളികളുടെ റിവേഴ്സ് റെമിറ്റൻസ് ആയി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുകയാണെന്നും. ഇത് കാര്യം എന്താന്ന് മനസ്സിലായോ? ഈ റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറഞ്ഞ സംഗതി പിടികിട്ടിയിട്ടില്ല. അങ്ങേറെ വിചാരം അതെന്തോ ഒരു മഹാ അപരാധമാണെന്നാ. ഈ റിവേഴ്സ് റെമിറ്റൻസ് എന്നുള്ളത് വലിയ ചീത്ത എന്തോ ആയിട്ടാണ് വി.ഡി. സതീശൻ ഉപയോഗിച്ചതെന്നാണ് അണ്ണൻ മനസ്സിലാക്കിയത്. അണ്ണൻ്റെ റേഞ്ച് വെച്ചല്ലേ അണ്ണന് പിടിക്കാൻ പറ്റുള്ളൂ. അവരുടെ പൈസ അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ നമ്മുടെ നാട്ടിൽ തന്നെ ചെലവഴിച്ചാലേ നമ്മുടെ സർക്കാരിലേക്ക് അത് എത്തുകയുള്ളൂ, നമ്മുടെ ഖജനാവിലേക്ക് എത്തുകയുള്ളൂ, അല്ലെങ്കിൽ അത് തിരിച്ച് നമ്മളിലേക്കൊക്കെ തന്നെ എത്തുകയുള്ളൂ. ഇതിപ്പോൾ പുറത്തു പോകുന്ന കാശ് അവരുടെ സംസ്ഥാനങ്ങളിൽ ചെലവഴിക്കുമ്പോൾ അവരുടെ സംസ്ഥാനങ്ങളാണ് അതുകൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത്. റിവേഴ്സ് റെമിറ്റൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് സംഗതി പിടികിട്ടിയില്ലെങ്കിലും ആരോ എഴുതി കൊടുത്തത് കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും തൊഴിലാളി വർഗ സംസ്കാരത്തിന് നിരക്കാഴികയും നിരക്കുന്നതും ഒക്കെ ഒരാൾ എഴുതി തന്ന് വായിക്കേണ്ട ഗതികേട് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവിന് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ കടുപ്പമാണ് കേട്ടോ. ഇവർ മദ്യപാനത്തിലൂടെയുള്ള നികുതി മാത്രമാണ് ഇവിടെ നൽകുന്നതെന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം. മുഖ്യമന്ത്രിയുടെ പരാമർശം തികച്ചും നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണ്. നിർഭാഗ്യകരം തന്നെയാണ് അണ്ണാ, നിർഭാഗ്യകരം തന്നെ, പ്രതിഷേധാർഹവും കൂടിയാണ്. നിങ്ങൾ പ്രതിഷേധിക്കണം. കൂടുതൽ കള്ളിവിടെ ഒഴുക്കി അവരെ കുടിപ്പിച്ച് കൂടുതൽ നികുതി നമ്മുടെ ഖജനാവിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നല്ലോ നിങ്ങൾ പ്രയത്നിച്ചു കൊണ്ടിരുന്നത്. അതിനൊരു തടയിടുകയാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നത്. അതിനും കൂടെ വേണ്ടിയിട്ട് ചേർത്ത് നിങ്ങൾ പ്രതിഷേധിക്കണം. പിന്നെ ഈ കേരളത്തിലെ പല സ്ഥലങ്ങളും ഇപ്പം നിങ്ങളുടെ അതിഥികൾ വന്ന് കുട്ടിച്ചോറാക്കി ഇട്ടിട്ടുണ്ട്. അത് അങ്ങനെ കുട്ടിച്ചോറാക്കാൻ അവർക്ക് എല്ലാവിധ സാഹചര്യം ഒരുക്കിയ സർക്കാർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സർക്കാരിനെ വിമർശിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്, എല്ലാ അവകാശവും ഉണ്ട്. അതിഥികളെ ചേർത്ത് നിർത്തി തന്നെ വർത്തമാനം പറയണം. മലയാളികളെ തള്ളി പറഞ്ഞാലും കുഴപ്പമില്ല. അതിഥികൾ വന്ന് ഇവിടെ കുറ്റകൃത്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല, ആരെയും കൊന്നിട്ടും ഇല്ല, ഇവിടെ നിന്നൊന്നും മോട്ടിച്ചിട്ടും ഇല്ല, ലഹരിയും വ്യാപിപ്പിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി സംസാരിക്കുക തന്നെ വേണം അണ്ണാ. കുറച്ചുകൂടെ നിങ്ങളുടെ നിലവാരം കൂടുതൽ ഉയരട്ടെ. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് കഠിനാധ്വാനം ചെയ്യുവാൻ കേരളത്തിലെത്തുന്ന തൊഴിലാളികൾ സ്വന്തം നാടും വീടും ഊരും കുടുക്കയും എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് കിടന്ന് അധ്വാനിക്കുക മലയാളികൾക്ക് വേണ്ടിയിട്ട്. സൗജന്യമായിട്ടല്ലേ അവർ ജോലി ചെയ്ത് നമുക്ക് തരുന്നത്. കുപ്പിന്ന് വന്ന ഭൂതത്തിനെ പോലെ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുക. 1 രൂപ കാശ് ആരും കൈനീട്ടി വാങ്ങിക്കുന്നില്ലല്ലോ. പൊന്നു മഹാനെ, ഇവിടുന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോയി. എല്ലാവരും അവിടെ ചെന്ന് വോട്ട് ചെയ്തില്ലെങ്കിൽ അവരുടെയൊക്കെ അത് ചെയ്ത് കളയെന്നൊക്കെ അവരുടെ സംസ്ഥാന സർക്കാരുകൾ പറഞ്ഞതിൻ്റെ പേരിൽ അവർ ഇവിടുന്ന് പോയി. അങ്ങനെ പോയപ്പോഴത്തേക്ക് ഇവിടുത്തെ നിർമ്മാണ മേഖലയും ഹോട്ടൽ മേഖലകളും എല്ലാം അങ്ങ് നിശ്ചലമായി. കാരണം ഇവിടെ മലയാളികൾ പണിയെടുക്കാൻ വേണ്ടിയില്ല. ഇവരെ കൊണ്ടാണല്ലോ ഇവിടെ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ വന്ന് പെരുകി ഇവരുടെ സംസ്ഥാനമായിട്ട് കേരളം മാറുന്ന അവസ്ഥയിലെത്തി. ഇവർ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് കുറേ ഡിമാൻഡുകൾ ഈയിടെ ഇട്ടായിരുന്നു. 1300 കിട്ടിക്കൊണ്ടിരുന്നിടത്ത് 1700 തന്നെ കിട്ടണം, 1000 കിട്ടിക്കൊണ്ടിരുന്നിടത്ത് 1500 കിട്ടണം, എങ്കിലേ പണി ചെയ്യത്തുള്ളൂ.
അവരുടെ ഡിമാൻഡ് അവർക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ കൂടി അവരെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് അവർക്ക് എന്തോ സ്ഥാനം ഇവിടെ കൊടുത്ത്, അവർക്ക് കാർഡും കൊടുത്ത്, അവരെ കയറ്റി മടിയിലിരുത്തി ലാളിച്ച്, ഇവിടെ ഉള്ള ആളുകളുടെ ദുഃഖം കാണാതെ അവരുടെ ദുഃഖവും ദാരിദ്ര്യവും കണ്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത്, ആവശ്യത്തിൽ കൂടുതൽ പരിഗണനയും കൊടുത്ത്, ഇതിപ്പം അവർ പറയുന്നത് നമ്മൾ കേൾക്കേണ്ട അവസ്ഥയായി. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇനി അവർക്ക് ഇവിടെ വോട്ട് അവകാശം കൂടെ കൊടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എന്തു വേണമെങ്കിൽ ചെയ്തു. നാട് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞാലും വേണ്ടൂല്ല, ലഹരിയിൽ മുങ്ങി താണാലും വേണ്ടൂല്ല, അവർക്ക് വേണ്ടി തന്നെ വാദിക്കണം എന്നാ. പിന്നെ ഈ നാടും വീടും വിട്ടുപോയി, അല്ല, നാടും വീടും വിട്ടു വന്ന് ഇവിടെ കിടന്ന് അധ്വാനിക്കുന്ന അതിഥികളെ കുറിച്ച് ഇത്രയും വികാരാധീനനായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇവിടുന്ന് ഈ നാടും വീടും എല്ലാം വിട്ട് പുറത്ത് ചെന്ന് കിടന്ന് ജോലി ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് പൈസ അയച്ചു തരുന്ന നമ്മുടെ പ്രവാസികളെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് എപ്പോഴെങ്കിലും അവരുടെ അധ്വാനത്തെ പറ്റി. അവരാരും സുഖിക്കാൻ പോകുന്നവരല്ല കേട്ടോ. മലയാളികൾക്ക് പിന്നെ നമ്മൾ ഒരു വിലയും കൊടുക്കത്തില്ലല്ലോ. അതിഥികളാണ് നമുക്കെല്ലാം. സൗജന്യമായി പണം വാങ്ങിക്കൊണ്ട് പോവുകയല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്ന കഠിനമായ അധ്വാനത്തിനും നിയമപരമായ പ്രതിഫലം മാത്രമാണ് അവർ ലഭിക്കുന്നത്. അല്ല, അവർക്ക് ലഭിക്കുന്നത് നിയമപരമായിട്ട് കിട്ടാറുള്ള പ്രതിഫലം മാത്രമാണ്. ഇതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. ഇതൊന്നും അല്ലെന്ന് VD സതീശൻ എപ്പോഴെങ്കിലും പറഞ്ഞോ? ഇവിടെ കൃത്യമായിട്ട് വന്ന് ജോലി ചെയ്ത് ഉള്ള ശമ്പളം വാങ്ങിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഉണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കരുതെന്ന് VD സതീശൻ പറഞ്ഞോ? അവരിനി ഇവിടെ ജോലി ചെയ്യേണ്ട, എല്ലാത്തിനും ഇവിടുന്ന് തൂത്തുവാരി എറിയുകയാണെന്ന് VD സതീശൻ പറഞ്ഞോ? ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ നടക്കുന്ന കാര്യം എന്താണ്? അവർക്ക് കിട്ടുന്ന പണം എവിടെ ചെലവാക്കുന്നു, എങ്ങനെ പോകുന്നു, അവർ മൂലം ഇവിടെ ഉണ്ടാകുന്ന ലഹരി വ്യാപനം, അവര് കള്ളു കുടിക്കുന്ന പൈസയിൽ നിന്ന് മാത്രമേ നികുതി സർക്കാരിന് അങ്ങനെ ഒരു തുക കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ വാസ്തവം തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കൊള്ളേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് എവിടെയായി നോവുന്നത്? കേരളത്തിലെ നിർമ്മാണ മേഖല, അടിസ്ഥാന സൗകര്യ വികസനം, കൃഷി തുടങ്ങിയ ഒട്ടനവധി മേഖലകൾ ഇന്ന് അതിഥി തൊഴിലാളികളുടെ അധ്വാനത്തെ കൂടി ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇതെനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു സംശയമാണ്. ഇത്രയും സഖാക്കൾ ഇവിടെ കിടക്കുമ്പോൾ, ഇത്രയും തൊഴിലാളികൾ ഇവിടെ കിടക്കുമ്പോൾ, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായിട്ട് നടക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാന നേതാക്കൾ ഇവിടെ ഉള്ളപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ഇവിടെ അധ്വാനിക്കേണ്ട കാര്യം എന്താ കാര്യം? എന്താണ്? എല്ലാവർക്കും കൂടെ ഒന്നിച്ചാണോ വിയർപ്പിന്റെ അസുഖം പിടിപെട്ടത്? കാർഷിക മേഖലയിൽ വരെ അവരിറങ്ങി പണിയണം. അപ്പൊ അവര് കൊയ്യുന്ന വയലുകളെല്ലാം നാളെ അവരുടേതാകും എന്നും പറയുവോ? അതാണോ ഇനി പറഞ്ഞു വരുന്നത്? ചേർത്ത് നിർത്തി അവർക്കായി ഒട്ടേറെ ക്ഷേമ സംരക്ഷണ നടപടികൾ ഇടതുപക്ഷ സർക്കാർ തന്നെ മുൻപേ ഉറപ്പാക്കിയിട്ടുള്ള കാര്യവും ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ അവസരത്തിലല്ല, എല്ലായ്പ്പോഴും ഞങ്ങളത് ഓർത്തോണ്ട് തന്നെ ഇരിക്കുക. അവർക്കും ആ ഓർമ്മ നന്നായിട്ടുണ്ട്. അയ്യോ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ എന്തുമാത്രം ജയ് വിളിച്ചിട്ടുണ്ട്. MP ഗോവിന്ദന് നിങ്ങൾ ജയ് വിളിപ്പിച്ചിട്ടില്ലേ അവരെ കൊണ്ട്? കാശ് കൊടുത്തു, എന്ത് കൊടുത്തോ, പോഷകാഹാരം കൊടുത്താണോ എന്ത് കൊടുത്താണോ അതുങ്ങളെ വശത്താക്കി അറിയാത്ത ഭാഷയിൽ അതുങ്ങളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച ആളുകളല്ലേ. നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അവരെ ആവശ്യം ഞങ്ങളുടെ തൊഴിലിന് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള കൂലി അവർക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി അവരെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് ഒരു അവകാശമുണ്ട്. അവർക്ക് അതിനുള്ള ഒരു റൈറ്റ് നിങ്ങൾ കൊടുക്ക്. നിങ്ങൾ തോറ്റ്, നിങ്ങൾ ഇറങ്ങി, നിങ്ങളല്ല ഇപ്പൊ ഇവിടെ ഭരിക്കുന്നത്. ഇവക കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ നിലവാരത്തിനനുസരിച്ച് പറയാനൊക്കെ ഉള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട്, അത് സമ്മതിച്ച്. പക്ഷെ തീരുമാനം എടുക്കാനുള്ള അവകാശം നിങ്ങളുടേതല്ല. മറ്റു നാടുകളിൽ മലയാളികൾ ജോലി ചെയ്യുന്നതിനെ അഭിമാനത്തോടെ കാണുകയും നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ വരുന്ന സഹോദരങ്ങളെ സാമ്പത്തിക ബാധ്യതയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ വേറെ നാടുകളിൽ പോയി ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചല്ലേ അവർ ജോലി ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും നികുതി കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, അവിടുത്തെ നിയമങ്ങളൊക്കെ അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ സർക്കാർ പറയുന്ന അനുസരിച്ച് അവരവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ രാജഭരണമാണെങ്കിൽ രാജാവും മന്ത്രിയൊക്കെ പറയുന്ന അനുസരിച്ച് അവരവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അതിഥി തൊഴിലാളികളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ബംഗാളികളും ആസാമികളും ബീഹാറികളും വരുമ്പോൾ ഇവിടുത്തെ സർക്കാർ പറയുന്ന തീരുമാനങ്ങൾ, നമ്മുടെ നിയമങ്ങൾ പാലിക്കാനുള്ള ബാധ്യത അവർക്കുണ്ടെന്നേ പറഞ്ഞുള്ളൂ. എന്തെങ്കിലും ഒരു പുതിയ നിയമം വരുവാണെങ്കിൽ അതുമായിട്ട് ഒത്തുപോകാവുന്ന ആളുകൾ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്നേ. അവരൊരു സാമ്പത്തിക ബാധ്യതയാണെന്നൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, നിങ്ങൾ വരുത്തി തീർത്തതാണ്. ഇന്ത്യയിലെ ഏത് പൗരനും രാജ്യത്ത് എവിടെയും ജോലി ചെയ്യുവാനും നിയമാനുസൃതമായ വേതനം കൈപ്പറ്റുവാനും ഭരണഘടനാപരമായ അവകാശമുണ്ട്. അല്ല, ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തെ ഒന്നും ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വിഷയദാരിദ്ര്യം നല്ലതുപോലുണ്ട് അല്ലേ എണ്ണ? ഒന്നും കിട്ടുന്നില്ല വിമർശിക്കാൻ. അതിഥി തൊഴിലാളികളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കുവാൻ ജനാധിപത്യ സമൂഹം ഒന്നാകെ മുന്നോട്ട് വരണമെന്നും. അതിഥി തൊഴിലാളികളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കണം. അപ്പൊ ഇവിടെയുള്ള ആതിഥേയരുടെ അവകാശങ്ങളും അന്തസ്സും ഒക്കെ ആര് സംരക്ഷിക്കണം? അതിനൊന്നും വേണ്ടി മുറവിളി കൂട്ടുന്ന കണ്ടിട്ടില്ലല്ലോ. എന്തുമാത്രം ഓരോ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഓരോ തൊഴിലാളികൾ ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് ഷെഡ് കെട്ടി സമരങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്.
അവരുടെ ആരുടെയും കണ്ണുനീര് കണ്ടില്ലായിരുന്നോ? അവരുടെ ആരുടെയും അന്തസ്സ് സംരക്ഷിക്കണമെന്ന് തോന്നിയില്ലായിരുന്നോ? അതിഥി തൊഴിലാളികളുടെ ഒരു കാര്യം, ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയപ്പോൾ എന്തൊരു കൊള്ളലാങ്ങ് കൊണ്ടത്. എണ്ണം പറഞ്ഞ കൊലപാതകങ്ങൾ, ലഹരിയുടെ കാര്യം പറയണ്ട. ഇഞ്ചക്ഷനൊക്കെയാണ് കുത്തി കയറ്റിക്കൊണ്ട് നടക്കുന്നത്. എന്തുമാത്രം വീഡിയോകൾ നമ്മൾ കാണുന്നത്. ചുവന്ന തെരുവുകൾ പോലെ പെരുമ്പാവൂരിലൊക്കെ ഒന്ന് ചെന്നാൽ ഓരോ സ്ഥലമൊക്കെ കണ്ടാൽ, ഓരോ കേന്ദ്രങ്ങൾ കണ്ടാൽ ഇത് കേരളമാണോ എന്ന് തന്നെ നമ്മൾ സംശയിക്കും. അതുപോലെ അവന്മാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. എന്തോ വേശ്യാവൃത്തിക്ക് അത്, ലഹരിയുടെ ഉപയോഗത്തിന് അത്, ആളുകളെ കച്ചവടം ചെയ്യുകയാണോ, എന്തൊരു ജീവിത രീതിയാണോ, എന്തൊരു സംസ്കാരമാണോ ഇവരിവിടെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചു പിള്ളേരെയൊക്കെ അത് വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊന്നും അവരിവിടെ ഉള്ളത് കൊണ്ട് അവരിവിടെ ചെയ്തു കൂട്ടുന്ന തോന്നിയാസങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ അവരുടെ വരുമാനം ഈ നാട്ടിൽ കൂടി വിനിയോഗിക്കണമെന്ന ആശയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെ ഇത്രത്തോളം വിമർശിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, എന്തുകൊണ്ടാണ് വേറെ ഉള്ള വിഷയങ്ങളിലൊന്നും നിങ്ങൾക്ക് ഇത്രയും പൊള്ളാത്തത് എന്ന ചോദ്യം ന്യായമല്ലേ ശിവൻകുട്ടിയണ്ണ? അതുകൊണ്ട് ഇനി എഴുതി തരുമ്പോൾ കുറച്ച് പോയിന്റുകളും കൂടെ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് സ്വന്തം തലച്ചോറിൽ നിന്നും കൂടെ പുറത്തോട്ട് തള്ളണം. ഈ നാട്ടിൽ അതിഥികളല്ലാതെ മലയാളികൾ എന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ കൂടി ഇടയ്ക്ക് ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.